ഇണക്കിളിക്കുട്ടം ഭാഗം 21. നേരാണ് മോളെ നീ പറഞ്ഞത്? വിനിയും വിശ്വാസം വരാതെ ചോദിച്ചു. അതെ വലിയമ്മാവ, എനിക്ക് സമ്മതമാണ്. വിനി സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു. അതെ മോളെ, അമ്മാവന് സന്തോഷമായി. അനുവൽപ്പം മടിയോടെ വരുണനെ നോക്കി. പിന്നെ വേഗം തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. വരുൺ, അവൾ സമ്മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയെന്താ? വിനിയൻ മകനോട് ചോദിച്ചു. ഒന്നും മിണ്ടാനാകാതെ അവൻ നിന്നു. ഏതായാലും അടുത്ത ആഴ്ച ഉത്സവം തുടങ്ങിയല്ലേ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ ബാക്കിയല്ല, വിനയം പറഞ്ഞു. എല്ലാവരും അവിടെ നിന്നും പോയി. മുറിയിൽ വരുൺ മാത്രമായി. എന്നാലും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അവൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി? ഇത് അവളോട് ചോദിച്ചിട്ട് എന്ന കാര്യം. വരുൺ ദേഷ്യത്തോടെ അനുവിൻ്റെ മുറിയിലേക്ക് നടന്നു. ജനലരികിൽ നിൽക്കുകയായിരുന്നു അനു. വരുൺ മുറിയിലേക്ക് വന്നതും അനു എന്ന് ഞെട്ടി. അനു, നീ എന്തീ പറഞ്ഞത്? എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നിനക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചു? വീണിയല്ലാതെ മറ്റാരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല, അത് നിനക്കും മനസ്സിലാക്കാൻ കഴിയും എന്ന് കരുതിയ നിൻ്റെ സമ്മതം ചോദിക്കാൻ ഞാൻ അച്ഛനോട് പറഞ്ഞത്. പക്ഷേ നീ എൻ്റെ വിശ്വാസം തകർത്ത് കളഞ്ഞു. അനുവിനാകെ എന്തോ വല്ലായ്മ തോന്നി. അവൾ കണ്ണടിച്ച് ശ്വാസം വലിച്ചു വിട്ടു. പിന്നെ ദേഷ്യത്തോടെ തിരിഞ്ഞവനെ നോക്കി. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പരസ്പരം വെട്ടിക്കൊല്ലാൻ നിൽക്കുന്ന രണ്ട് വീട്ടുകാർ. ഇവരുടെ ഈ എതിർപ്പിനെ മറികടന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഒന്നിച്ച് തന്നെ നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കാൻ ഇവർ അനുവദിക്കുമോ? ദേവർ മടത്തുകാരെ വെട്ടി പറഞ്ഞിട്ട് ജീവനായിട്ട് വെച്ചേക്കുക. അങ്ങനെ വന്നാൽ വീണെ ഇവർ വെറുതെ വിടുമോ? വീണ്ടും ഒരു ദുരന്തം, അത് കാണാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് വരുണേട്ടനെ അപകടത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല എനിക്ക്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വരുൺ എന്ത് പറയണേ എന്നറിയാതെ നിന്നു. ഇത് വരുണേട്ടനെ രക്ഷിക്കാൻ എനിക്ക് മുമ്പിൽ തെളിഞ്ഞ വഴിയാണിത്. അറിഞ്ഞുകൊണ്ട് വരുണേട്ടനെ മരണത്തിന് വിട്ടുകൊടുക്കില്ല ഞാൻ. അല്ലെങ്കിലും ഇങ്ങനെയെല്ലാം സംഭവിക്കുന്ന അറിഞ്ഞു വെച്ചുകൊണ്ട് വേണി വരുണേട്ടനോടൊപ്പം ഇറങ്ങി വരുമോ എന്നാണോ? വരുൺ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. അനു, നീ എന്ത് പറഞ്ഞാലും ശരി, വീണിയെ മറന്നു എനിക്ക് മറ്റൊരു പെണ്ണിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നീ അച്ഛനോട് തിരുത്തി പറയണം. എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമല്ലെന്ന്. പറ്റില്ല. അവൾ പൊട്ടിത്തെറിച്ചു. വഴഞ്ഞെട്ടി. ഇല്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ വരുണേട്ടനെ ശത്രുക്കൾക്ക് വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല. ഇനി അഥവാ ഞാൻ പിന്മാറണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ. വരുൺ അവളെ ഉറ്റുനോക്കി. വർഷങ്ങളായി ഇരു വീട്ടുകാരും തമ്മിലുള്ള വാശിയും വൈരാഗ്യവും എല്ലാം അവസാനിക്കണം. ഇരു കുടുംബങ്ങളും സന്തോഷത്തോടെ കഴിയണം. പറ്റുമോ വരുണേട്ടനത്? ചോദ്യം കേട്ട് വരുൺ അന്തം വിട്ടു നിന്നു. പറ്റുമോ വരുണേട്ടന്? ചിത്രയെയും രാമനെയും കൊന്നത് ആരാണെന്ന് തെളിയിക്കാൻ ആ കൊലപാതകം തെളിഞ്ഞാൽ ഈ വഴക്ക് എന്നേക്കുമായി അവസാനിക്കും. പോലീസുകാരെ തോറ്റെടുത്ത് ജയിക്കാനാവുമോ? സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? വരുൺ ആലോചിച്ചു. ഓഗസ്റ്റ് 14 അമ്പലത്തിലെ കൊടിയിറക്കം. അതിനുശേഷം നല്ലൊരു മുഹൂർത്തം നോക്കാം എന്നാണ് വല്യമ്മാവൻ പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ സമയമുണ്ട്. അതിനുള്ളിൽ ഇത് തെളിയിക്കാൻ വരുണേട്ടന് കഴിഞ്ഞാൽ അമ്മാവനോട് ഞാൻ പറയും എനിക്ക് വിവാഹത്തിന് സമ്മതമല്ലെന്ന്. മറിച്ച് അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് മിണ്ടിപ്പോകരുത്. അനു അവനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. വരുൺ ഒന്നും മിണ്ടാതെ കുറേ സമയം നിന്നു. അനുവിൻ്റെ നെഞ്ചിരിപ്പേറി. ഈശ്വരാ, വരുണേട്ടനൊന്നും പറയുന്നില്ലല്ലോ, പണി പാളിയോ? അവൾ ആകാംക്ഷയോടെ അവനെ ഉറ്റുനോക്കി. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് മുമ്പ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ വഴക്ക് എന്നേക്കുമായി ഞാൻ അവസാനിപ്പിക്കും. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ എല്ലാം മറന്ന് നിന്നെ ഞാൻ വിവാഹം കഴിക്കും. ഇത് സത്യം. അതും പറഞ്ഞ് വരുൺ പുറത്തേക്ക് നടന്നു. അനു ആശ്വാസത്തോടെ കട്ടിലിലിരുന്നു. വരുൺ എല്ലാം അനന്തുവിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനന്തുവിനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. പക്ഷേ അവൻ സന്തോഷം അടക്കി. പിന്നെ ഗൗരവത്തോടെ വരുണിനെ നോക്കി. വരുൺ, എന്നാലും അനു ഇങ്ങനെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നിന്നെ മനസ്സിലാക്കാൻ അവൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വീണി ഈ വിവരം അറിഞ്ഞാൽ... അനന്ത് വിഷമത്തോടെ പറഞ്ഞു. നോ, വീണിയോട് നീ ഇതൊന്നും പറയണ്ട. പറയാതെ പിന്നെ നാളെ നീ അനിയനെ വിവാഹം കഴിച്ചാൽ അത് നടക്കില്ല. ഈ വരുണിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് വീണി മാത്രമായിരിക്കും. വരുൺ തറപ്പിച്ച് പറഞ്ഞു. അനന്തുവിന് സന്തോഷമായി. അപ്പോൾ അവൾ പറഞ്ഞതുപോലെ സത്യം തെളിയിക്കാനാണോ നിൻ്റെ ഭാവം? അതെ, ചങ്ങാതിമാരായ ആ ഭൂപതിമാരുടെ പുനർജന്മ നമ്മളെന്നല്ലേ നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാരണം തുടങ്ങി വെച്ച വഴക്ക് നമുക്ക് തന്നെ തീർത്തേക്കാം. സംഗതികളാണ്. പക്ഷേ എവിടുന്ന് തുടങ്ങും? നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് നടന്ന 2 കൊലപാതകങ്ങൾ.
അതെങ്ങനെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും? അനന്ത് ചോദിച്ചു. ശ്രമിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല ഈ ഭൂമിയിൽ. അത് നേരാ. അല്ല, ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങും? ആരെ സംശയിക്കും? അനന്തു, ആദ്യം നമ്മൾ കുറേ ചോദ്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. എന്ത് ചോദ്യങ്ങൾ? പറയാം. രാമകൃഷ്ണൻ്റെ മരണവും ചിത്രയുടെ മരണവും ഒരു ദിവസം ഒരേ സമയം സംഭവിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആ രാത്രി എന്തിനാ അവർ അവിടെ വന്നു? എന്തുകൊണ്ട് ചിത്രയുടെ ബോഡി മാത്രം അയാൾ മറവ് ചെയ്തു? അനന്തു ഒന്ന് ചിന്തിച്ചു. വരുൺ, ഞാനൊരു ഊഹം പറയട്ടെ. ചിത്ര ചിലപ്പോൾ കാമുകനോട് അവിടെ വരാനാകും പറഞ്ഞിട്ടുണ്ടാവുക. ചിത്രയുടെ നിലവിൽ കേട്ട് രാമകൃഷ്ണൻ ഓടി വന്നതാവാം. സാക്ഷിയില്ലാതൊക്കെ അയാൾ അങ്കിളിനെ കൊന്നതായിക്കൂടെ? അതെ, അങ്ങനെ അവന് സാധ്യതയുണ്ട്. പക്ഷേ ആരായിരിക്കും അത്? ചിത്രയുടെ കൂടെ ഒളിച്ചോടിയെന്ന് പറഞ്ഞിരുന്ന ആളല്ലേ? എന്തുകൊണ്ട് അയാളെ സംശയിച്ചുകൂടാ? അനന്ത് ചോദിച്ചു. യെസ്, അയാൾ തന്നെ. അയാളെ കണ്ടുപിടിച്ചാൽ ഇതിനൊരു തുമ്പ് ലഭിക്കും, തീർച്ച. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ അന്വേഷണം ആരംഭിക്കുന്നു. ഓക്കെ? അനന്ത് കൈനീട്ടി വളരെ സന്തോഷത്തോടെ കൈപിടിച്ചു. ഓക്കെ, ഇരുവരും ആവേശത്തോടെ പറഞ്ഞു. ഉത്സവത്തിന് നല്ല തിരക്കായിരുന്നു. പൂമംഗലത്തു നിന്നും തേവർമഠത്തിൽ നിന്നും ആളുകൾ എത്തി. സന്ധ്യയ്ക്ക് ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് തുടങ്ങി. തേവർമഠത്ത് നിന്ന് എല്ലാവരും ഉത്സവത്തിനായി പുറപ്പെട്ടു. വീണയും ഒരുങ്ങി താഴേക്ക് വന്നു. അവളെ കണ്ടതും വിശ്വനാഥൻ്റെ മുഖം ഇരുണ്ടു. ആരാ അവളെ തുറന്നു വിട്ടത്? അയാൾ അലാറിക്കൊണ്ട് ചോദിച്ചു. ഞാനാച്ചാ, അവൾ ഉത്സവത്തിന് വരട്ടെ എന്ന് കരുതി. വേണ്ട, കണ്ണ് തെറ്റിയ നീ ചിലപ്പോൾ അവനൊപ്പം പോയി എന്ന് വരും. അതുകൊണ്ട് വേണ്ട, ഇവളിവിടെ നിൽക്കട്ടെ. വിശ്വനാഥൻ ആജ്ഞാപിച്ചു. അയ്യോ അച്ഛാ, ഇവളിവിടെ തനിച്ച് നിർത്തിയാൽ എങ്ങനെയാ? ബസുമതി ചോദിച്ചു. ഇവൾ തനിച്ചല്ലല്ലോ, ജോലിക്കാരില്ലേ? അത് മതി അച്ഛാ. എന്നാലും ബസുമതി എന്തോ പറയാമെന്ന് അയാൾ കയ്യുയർത്തി തടഞ്ഞു. കൂടുതലൊന്നും പറയണ്ട, എല്ലാവരും തയ്യാറായില്ലേ? ഇറങ്ങാൻ നോക്ക്, അയാൾ ദേഷ്യത്തോട് പറഞ്ഞു. വീട് കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിപ്പോയി. എല്ലാവരും റെഡിയായി നടന്നു പോകുന്നത് വീട് ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കണ്ടു. ഉത്സവത്തിന് പോയാൽ വരുണിനൊന്ന് കാണാമെന്ന് കരുതിയതായിരുന്നു. ആ പ്രതീക്ഷയും പോയി. നിരാശയോടെ അവൾ താഴേക്ക് വന്നു. വാതിൽക്കൽ തന്നെ കാവലായി 2 ഗുണ്ടകളെ നിർത്തിയിരിക്കുന്നു. കൂട്ടിനായി വേലക്കാരി ജാനുവും സുമയും. എനിക്ക് ശരിക്കും ദേഷ്യവും സങ്കടവും വന്നു. വിഷമത്തോടെ ബസുമതി എല്ലാവരുടെയും കൂടെ അമ്പലത്തിലെത്തി. അവരെ കണ്ടതും അനന്ത് അവരുടെ അരികിലേക്ക് വന്നു. ആഹാ, നിങ്ങളെന്ത് വൈകിയത്? അവൻ ചോദിച്ചു. എല്ലാവരും ഒരുക്കിയെടുത്ത് വരുമ്പോഴേക്കും സമയമാവില്ലേടാ, തങ്കം പറഞ്ഞു. അപ്പോഴാണ് അവൻ ബസുമതിയുടെ മുഖം ശ്രദ്ധിച്ചത്. അമ്മായിക്ക് എന്ത് പറ്റി? ഒരു വിഷമം പോലെ. അനന്ത് ചോദിച്ചു. അത് വേണിയെ കൊണ്ടുവരാത്തതിൻ്റെ വിഷമ. പത്ത് പറഞ്ഞു. വേണിയെ കൊണ്ടുവന്നില്ലേ? അതെന്താ? അവൻ സംശയത്തോടെ ചോദിച്ചു. അവൾ വരാൻ ഒരുങ്ങിയതാ, മുത്തശ്ശനാ വേണ്ടെന്ന് പറഞ്ഞത്, അഞ്ചു പറഞ്ഞു. അവളോട് തനിച്ച്? അനന്ത് ആവലാതിയോട് ചോദിച്ചു. തനിച്ചൊന്നുമല്ല, ജാനവും സൂമയുണ്ട്. പോരാ തന്നെ 2 മലന്മാരും കാവൽ നിർത്തിയിട്ടുണ്ട്, അഞ്ചു പറഞ്ഞു. ആനന്ദം എന്തോ ആലോചിച്ചു. അപ്പോൾ വിശ്വനാഥനും ഹരിയും ഭദ്രനും അവിടേക്ക് വന്നു. എന്താണെന്തോ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? ഭദ്രൻ ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങളെവിടെയായിരുന്നു? പ്രസിഡൻ്റ് എല്ലാവരെയും തിരക്കുന്നുണ്ടായിരുന്നു, അനന്ത് പറഞ്ഞു. അപ്പോഴേക്കും പ്രസിഡൻറ്റും കൂട്ടരും അവിടെ എത്തി. നമസ്കാരം വിശ്വനാഥൻ സാർ, പ്രസിഡന്റ് പറഞ്ഞു. നമസ്കാരം. അല്ല, ഇത് കുടുംബക്കാരിലപ്പോൾ ഒന്നിച്ചാണല്ലോ, എന്തു പറ്റി? അയാൾ ചോദിച്ചു. ഒന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് തയ്യാറായി, അതുകൊണ്ട് ഒരുമിച്ചിറങ്ങി, അത്രേ ഉള്ളൂ. അല്ല, ഇത്തവണത്തെ ഉത്സവം ഗംഭീരമാണല്ലോ, നല്ല അലങ്കാരങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട്. ശരിക്കും ഒന്ന് കൊഴുപ്പിച്ചല്ലോ, നമ്മേലെ കടത്തി വെട്ടി കഴിഞ്ഞു, ഹരി പറഞ്ഞു. പ്രസിഡൻ്റ് ഒന്ന് ചിരിച്ചു. ഞാൻ പ്രസിഡൻ്റായിട്ട് ആദ്യത്തെ ഉത്സവമല്ലേ ഇത്, അത് കേമമാക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമല്ലേ. ഉത്സവം തുടങ്ങി 3 ദിവസം നിർത്താതെ നല്ല പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഉത്സവം നടന്നു കഴിഞ്ഞാൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ പരാതിയാണല്ലോ മോഷണം. ഇത്തവണ പരാതി വരില്ല. അതെന്താ, കള്ളന്മാരെയെല്ലാം നിങ്ങൾ നാട് കടത്തിയോ? അനന്ത് കളിയായി ചോദിച്ചു. പ്രസിഡന്റ് അവനെ ഒന്നിരുത്തി നോക്കി. അതല്ല, അമ്പലത്തിൻ്റെ മുക്കിലും മൂലയിലും ഞാൻ CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആര് മോഷിച്ചാലും അവനെ നമ്മൾ പൊക്കും. അപ്പോൾ ഫണ്ട് നല്ലോണം പൊടി പൊടിച്ചു അല്ലേ? വിശ്വനാഥൻ പറഞ്ഞു. പ്രസിഡൻ്റ് ഒന്ന് ചമ്മി. നേരെ ഒരുപാടായി, നിങ്ങളങ്ങോട്ട് ചില്ലി, ഉത്സവം തുടങ്ങിയിട്ട് കുറേ നേരമായി. അതും പറഞ്ഞ് പ്രസിഡന്റ് നടന്നു. എല്ലാവരും നടന്നു. അവിടെ തന്നെ നിന്ന. നീ വരുന്നില്ലടാ, തങ്കം മകനോട് ചോദിച്ചു. നിങ്ങൾ നടന്നു, ഞാൻ കമ്മിറ്റി ഓഫീസിലേക്ക് ചെല്ലട്ടെ. അതും പറഞ്ഞ് അവൻ നടന്നു. തുടരും.